ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ദൈവഭക്തിയെ കുറിച്ചാണ്. ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തെ നോക്കി കർത്താവിന്റെ വചനം എന്താണ് പറയുന്നത്? സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 23-ാം തിരുവചനം. ദൈവഭക്തി ജീവനിലേക്ക് നയിക്കുന്നു. ഭക്തൻ ഉപദ്രവം നേരിടാതെ സംതൃപ്തനായി കഴിയുന്നു. ദൈവഭക്തി ജീവനിലേക്ക് നയിക്കുന്നു. ഭക്തൻ ഉപദ്രവം നേരിടാതെ സംതൃപ്തനായി കഴിയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 27-ാം തിരുവചനം. ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തേക്കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തേക്കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. ഇനി ദൈവഭക്തി ഇല്ലാത്ത ഒരു ജീവിതത്തെ നോക്കി കർത്താവിന്റെ വചനം എന്താണ് പറയുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം തിരുവചനം. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 23-ാം തിരുവചനം. ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.